കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ലോട്ടറിയാണ് ഓണം ബമ്പർ. നറുക്കെടുപ്പ് അടുക്കാറായതോടെ ടിക്കറ്റ് എടുക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. ഒന്നാം സമ്മാനം 30 കോടി രൂപ ലഭിച്ചാൽ ആദ്യം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കേരള സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് പുറത്തിറക്കുന്ന ലോട്ടറികളിൽ ഏറ്റവും ഉയർന്ന സമ്മാന തുകയുള്ള ലോട്ടറിയാണ് ഓണം ബമ്പർ. മറ്റു ബമ്പർ ലോട്ടറികളെ അപേക്ഷിച്ച് വലിയ സമ്മാന തുക തന്നെയാണ് ഓണം ബമ്പർ വാഗ്ദാനം ചെയ്യുന്നത്. 2025 വരെ 25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകിയിരുന്ന ഓണം ബമ്പർ ഈ 2026-ൽ 30 കോടിയാണ് ഭാഗ്യശാലിക്ക് നൽകുന്നത്. എന്നാൽ നികുതി, സെസ്, സർചാർജ്, ഏജന്റ് കമ്മീഷൻ തുടങ്ങിയവയെല്ലാം പിടിച്ചതിന് ശേഷമുള്ള തുകയെ ജേതാവിന് അക്കൗണ്ടിലെത്തുകയുള്ളൂ. ഈ വർഷത്തെ ഒന്നാം സമ്മാനം 30 കോടി രൂപ നിങ്ങൾക്കാണ് ലഭിക്കുന്നതെങ്കിൽ പണം പലതും ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരിക്കും. എന്നാൽ 30 കോടി രൂപ ലഭിച്ചാൽ പണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നത് വലിയൊരു ചോദ്യമായി പലരുടെയും ഉള്ളിലുണ്ട്. ഒറ്റയടിക്ക് ലഭിക്കുന്ന വലിയ തുക ആവേശത്തിൽ ചിലവഴിക്കുന്നതിന് പകരം കൃത്യമായ സാമ്പത്തിക ആസൂത്രണത്തോടെ നിക്ഷേപിക്കുന്നതായിരിക്കും ഉചിതം. സമ്മാന തുകയിൽ ഒരു ഭാഗം സുരക്ഷിത നിക്ഷേപങ്ങൾക്കും മറ്റൊരു ഭാഗം ദീർഘകാല വളർച്ചയ്ക്കുമായി മാറ്റിവെക്കുന്നതും ഉചിതമാണ്. സമ്മാന തുകയുടെ ഒരു ഭാഗം ബാങ്കുകളിൽ സ്ഥിര നിക്ഷേപമായി ഇടുന്നതായിരിക്കും നല്ലത്. വ്യത്യസ്ത ബാങ്കുകളിലായി തുക വിഭജിക്കുന്നത് റിസ്ക് കുറയ്ക്കാൻ സഹായിക്കും. സ്ഥിരമായി പലിശ വരുമാനം ലഭിക്കുമെന്നതാണ് ഇതിന്റെ പ്രധാന നേട്ടം. എന്നാൽ മുഴുവൻ തുകയും ഒരൊറ്റ ബാങ്കിലോ ഒരൊറ്റ നിക്ഷേപ പദ്ധതിയിലോ ഇടാതിരിക്കുന്നതും നല്ലതാണ്. സർക്കാർ പിന്തുണയുള്ള ബോണ്ടുകൾ, ട്രഷറി ബില്ലുകൾ തുടങ്ങിയ താരതമ്യേന സുരക്ഷിതമായ നിക്ഷേപ മാർഗങ്ങളും നിങ്ങൾക്ക് പരിഗണിക്കാം. പണം നഷ്ടപ്പെടാതെയുള്ള നിക്ഷേപങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവർക്ക് ഇത്തരം മാർഗങ്ങൾ അനുയോജ്യമായിരിക്കും. നിക്ഷേപിക്കുന്നതിന് മുമ്പ് കാലാവധി, പലിശ, നികുതി ബാധ്യത തുടങ്ങിയ കാര്യങ്ങൾ പ്രത്യേകം പരിശോധിക്കാനും മറക്കരുത്. ദീർഘകാലത്തേക്ക് സമ്പത്ത് വളർത്തിയെടുക്കാൻ മ്യൂച്വൽ ഫണ്ടുകൾ പരിഗണിക്കുന്നതും നല്ലതാണ്. എന്നാൽ എല്ലാ തുകയും ഓഹരി അധിഷ്ഠിത ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് ഒഴിവാക്കുന്നതും ഉചിതമാണ്. വലിയ തുക ലഭിച്ചാൽ വിവിധ വിഭാഗങ്ങളിലായി നിക്ഷേപം വിഭജിക്കുന്ന രീതിയായിരിക്കും കൂടുതൽ നല്ലത്. വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾ കണക്കിലെടുത്ത് വിദഗ്ധരുടെ സഹായത്തോടെ വേണം ഇതിൽ തീരുമാനമെടുക്കാൻ. വീട്, വാണിജ്യ കെട്ടിടം, ഭൂമി തുടങ്ങിയ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളും നിങ്ങൾക്ക് പരിഗണിക്കാം. വാടക വരുമാനം ലഭിക്കുന്ന വസ്തുവകകൾ സ്ഥിരമായ വരുമാനത്തിന് നിങ്ങളെ സഹായിച്ചേക്കും. എന്നാൽ സ്ഥലം, രേഖകൾ, നികുതി, മറ്റ് ചിലവുകൾ, വിൽക്കാനുള്ള സൗകര്യം എന്നിവ പരിശോധിക്കാതെ വലിയ തുക റിയൽ എസ്റ്റേറ്റിൽ മുടക്കുന്നത് അത്ര ബുദ്ധിയല്ല. അതേസമയം നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോ വൈവിധ്യവൽക്കരിക്കുന്നതിനായി പണത്തിന്റെ ചെറിയൊരു ഭാഗം സ്വർണത്തിലേക്ക് മാറ്റിവെക്കാം. ഭൗതിക സ്വർണത്തിന് പുറമെ ഗോൾഡ് ETF, സോവറിൻ ഗോൾഡ് ബോണ്ട് എന്നിവയും പരിഗണിക്കാവുന്നതാണ്. ആരോഗ്യം, കുടുംബാവശ്യങ്ങൾ, വീടിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങിയ അപ്രതീക്ഷിത ചെലവുകൾക്കായി പ്രത്യേക ഫണ്ടും മാറ്റിവെക്കേണ്ടതുണ്ട്. കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, വിരമിക്കൽ തുടങ്ങിയ ദീർഘകാല ആവശ്യങ്ങൾക്കായും നിങ്ങളുടെ പക്കൽ നിക്ഷേപ പദ്ധതികൾ ഉണ്ടായിരിക്കണം. ന്യൂസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.